കോട്ടയം നാടൻ പന്തുകളിയുടെ തിരക്കിലാണ്. കോട്ടയത്തുകാരുടെ വാശിയും വികാരവുമാണ് മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത നാടൻ പന്തുകളിയുടെ പെരുമ. അക്ഷരനഗരിയുടെ ഗ്രൗണ്ടെല്ലാം ഇപ്പോൾ പന്തുകളിയുടെ ആവേശത്തിലുമാണ്. അസോസിയേഷനും നാടൻ പന്തുകളി സ്നേഹികൾ ഓർഗനൈസേഷനും സംയുക്തമായി മണർകാട് ഗവൺമെന്റ് UP സ്കൂളിൽ നടത്തിവരുന്ന 16ാമത് നാടൻ പന്തുകളി മത്സരത്തിന്റെ ആവേശകരമായ ഇന്നത്തെ മത്സരത്തിൽ ശക്തരായ കമ്പംമേട് ടീമും ഞാലിയാകുഴി ടീമും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അവധിക്കാലമാണല്ലോ, കോട്ടയത്തെ ഒരു കളി നടക്കുന്നുണ്ട്. നല്ല നാടൻ പന്ത് കളി, കുട്ടിക്കളിയൊന്നുമല്ല കേട്ടോ. നല്ല വീറും വാശിയുമേറിയ നല്ല ഉശിരൻ നാടൻ പന്ത് കളി. ആ കളിയൊന്ന് നമുക്ക് കാണാം. ഞാലിയാകുഴി ടീമിന്റെയും കമ്പംമേട് ടീമിന്റെയും ക്യാപ്റ്റന്മാരെ ക്ഷണിച്ചുകൊള്ളും. $2005 അപ്പോൾ ഞങ്ങളിങ്ങനെ അന്നത്തെ കാലത്ത് 20 രൂപയ്ക്ക് കളിക്കുന്നു. ഒരാൾ 20 രൂപ ഇടും. ടീമിൽ 7 പേരുണ്ട്. 20 രൂപയ്ക്കിട്ട് അങ്ങനെ മത്സരം നടത്തി. ഒരു ഭയങ്കര മഴ പെയ്ത് ഞങ്ങളെല്ലാവരും ഇവിടെ കയറിയിരിക്കുന്ന സമയത്ത് ഒരു പ്രായമുള്ള അച്ചായൻ ചോദിച്ചു, നമുക്കിവിടെ ടൂർണമെൻറ്റ് നടത്താൻ മേലെ. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ആ സംഭവം. കാര്യം 2005 എൻ്റെ കല്യാണം. ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട്. അങ്ങനെ ടൂർണമെൻറ്റ് പ്ലാൻ ചെയ്യുന്നു. ഏകദേശം 36 ടീമായിരുന്നു ആദ്യത്തെ ടൂർണമെൻറ്റിൽ. രാവിലെ ഉച്ചയ്ക്കും കളിയായിരുന്നു. ഞാനൊക്കെ ജോലിയിൽ നിന്ന് അന്ന് അവധി എടുക്കുമായിരുന്നു. 2 ആഴ്ചയൊക്കെ അവധി എടുത്ത് അന്ന് ഇങ്ങനെ ഈ ടൂർണമെൻറ്റിന് വേണ്ടി മെനക്കെട്ട്. ആദ്യത്തെ മത്സരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടക്കാടും പാമ്പാടി ടീമും തമ്മിലുള്ള ആവേശകരമായ മത്സരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ച ഫൈനൽ വെച്ചു. 1.5 ചക്കരയ്ക്ക് തോട്ടക്കാട് പുറകിൽ നിന്നിട്ട് മഴ മൂലം മത്സരം ഉപേക്ഷിച്ച് പിറ്റേ ദിവസം പാമ്പാടി 1.5 ചക്കര കയറി പാമ്പാടി ഫൈനലിൽ കപ്പെടുത്തു. ഭയങ്കര ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ അന്നും അനൗൺസർ ഞാനായിരുന്നു. കമ്പംമേട് ടീമിന്റെ ആദ്യ വരിയിൽ 3ാമത് കളിക്കാരൻ എണ്ണം 1 ചെസ് നമ്പർ 3 റോഷൻ കളിക്കുന്നു 1-3. 4ാമത് കളിക്കാരൻ ആദ്യ വരി. കമ്പംമേട് ടീമിന് വേണ്ടി റോഷൻ കളിക്കുന്നു 1-3. 4ാമത് കളിക്കാരൻ ആദ്യ വരിയിൽ റോഷൻ കളിക്കുന്നു 1-3. റോഷൻ വെട്ടി പന്തിനെ കരിപ്പാൻ എന്നും പറഞ്ഞ് നമ്മുടെ പേരൂരുള്ള ഒരാളുണ്ടാക്കുന്ന ഒരു തോൽപന്ത് കൊണ്ട് തോല് വെട്ടി അതിനകത്ത് പഞ്ഞി വെച്ച് പുള്ളി ഉണ്ടാക്കുന്ന ഒരു പന്താണ്. ഇന്നും കരിപ്പാനാണ് എൻ്റെ ഫേമസ്. പുള്ളിയുടെ പേര് വരെ ഇതിലുണ്ട്, കരിപ്പാൻ. ഇന്നും ഞങ്ങളൊക്കെ അന്ന് 20 കൊല്ലം മുമ്പ് ഈ പന്തിന് ഏകദേശം ഒരു 80 രൂപയേ ഉള്ളൂ. ഇന്ന് ഈ പന്തിന് 680 രൂപ കൊടുക്കണം. ഇന്ന് ഈ പന്ത് ഒറ്റ ഒറ്റ കൈക്ക് 1 വെട്ടുക, 1 2 1-3. അത് കഴിഞ്ഞ് പെട്ട ഇങ്ങനെ വെട്ടുക, പെട്ട ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ വെട്ടുക. പിന്നെ പെട്ട 1 പെട്ട 2 പെട്ട 3. വീണ്ടും പിടിയൻ പുറകെ കൈ വെക്കണം. പിടിയൻ 1 പിടിയൻ 2 പിടിയൻ 3. താളം തൊട തല്ലണം. തൊട തല്ലിയിട്ട് ഈ പന്ത് വെട്ടണം. താളം 1 താളം 2 താളം 3. കീഴെ കൂടി ഇട്ട് കീഴ് വെട്ടണം. കീഴ് 1 കീഴ് 2 കീഴ് 3. പിന്നെ ഇണ്ടൻ കാലുകൊണ്ടടിക്കണം. ഇണ്ടൻ 1 ഇണ്ടൻ 2 ഇണ്ടൻ 3. അങ്ങനെ വരുമ്പോൾ പിന്നെ ഒരു ചക്കര. ഇണ്ടൻ 3 ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചക്കര കഴിഞ്ഞാൽ വീണ്ടും നോർമലായിട്ട് 1 1 2 1 3 അങ്ങനെ അങ്ങ് പോകും. എണ്ണം 1 റോഷൻ കളിക്കുന്നു 1. 4ാമത് കളിക്കാരൻ ആദ്യ വരി. റോഷൻ വെട്ടി പന്തിനെ നമ്പർ 9 അഖിലിൽ പിടിച്ചെടുക്കാൻ സാധിക്കും. റോഷന്റെ അവസരം നഷ്ടമായിരിക്കുന്നു. അതുകൊണ്ട് കമ്പംമേട് ടീമിന്റെ ആദ്യ വരിയിൽ 6ാമത് കളിക്കാരൻ 1. ചെസ് നമ്പർ 35 ലിനേഷ്. ഈ കോട്ടയത്തുള്ള ജനങ്ങൾ ഞങ്ങളുടെ ഇടുക്കി ജില്ലയിലോട്ട് കുടിയേറി പാർത്ത ആൾക്കാരാണ്. അവിടെ ഉള്ളവരെല്ലാം കൂടുതലും കോട്ടയം റാന്നി അങ്ങനെ സൈഡിൽ നിന്ന് വന്ന ആൾക്കാരാണ്.
അപ്പോൾ അവരവിടെ വന്ന് കാട് വെട്ടിപ്പിടിച്ച് കൃഷി ചെയ്ത് ജീവിച്ച് വന്നതാണ്. അന്നേരം ആ സമയത്ത് അവർ വിനോദത്തിന് വേണ്ടി, കോട്ടയംകാരുടെ കളിയാണല്ലോ അത്, അപ്പം അവർ ഈ പന്ത് അവിടെ തുണിപ്പന്ത് ഉണ്ടാക്കി കളിച്ച് അവിടെ ഗ്രൗണ്ട് ഉണ്ടാക്കി അങ്ങനെ കളിച്ച് വിനോദത്തിൽ ഏർപ്പെട്ടവർ. അതിങ്ങനെ കാലകാലമായിട്ട് ഓരോ കളിച്ച് പിന്നെ തലമുറ കളിച്ച് വന്നു. എൻ്റെയൊക്കെ ഒരു 3 തലമുറ മുമ്പേ തൊട്ടേ കളിയുണ്ട് അവിടെ. എണ്ണം 8-2. ലിയോഴി ടീമും കമ്പമടി ടീമും തമ്മിലുള്ള ആവേശകരമായ മത്സരമാണ് മണർകാട് ഗവൺമെന്റ് UP സ്കൂൾ മൈതാനിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മോനെ, ഈ ക്രിക്കറ്റ് കളി പോലെയല്ല ഇത്. ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞാൽ ഒരുത്തൻ ബോൾ എറിയുന്നു, അടുത്തവൻ കമ്പ് കൊണ്ട് വന്ന് അടിക്കുന്നു. ഇത് അതുപോലെയല്ല. ഇത് തോൽപന്ത് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഇട്ട് കളിക്കുന്ന പന്താണിത്. കണ്ടോ, വെട്ടുന്ന ആ വെട്ടുന്ന പന്ത് നോക്ക്, ആ കാലിനടിച്ചാണ് അത്രയും പൊക്കത്തിൽ വിടുന്നത്. നോക്ക് അതുപോലെയാണ് ഈ നാടൻ പന്ത് കളി മെയിനായിട്ടുള്ള ഒരു ഇത്. അതുപോലെ തന്നെ ഈ കളം പൊക്കി വെട്ടുക എന്ന് പറഞ്ഞാലും പൊക്കി അടിക്കുക എന്ന് പറഞ്ഞാലും സാധാരണക്കാരെ കൊണ്ട് നടക്കുകയില്ല. അതിന് പ്രത്യേക ഒരു കഴിവും ഉന്മേഷവും വേണം. കളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവശ്യം. നാടൻ പന്ത് കളി എന്ന് പറഞ്ഞാൽ കളി നിർത്തിയെന്ന് പറഞ്ഞാൽ ഓട്ടം ഓടിയില്ലേലും വേണ്ടിയില്ല, കളി കാണാൻ വേണ്ടി. അത് വേറെ കാര്യം. എവിടെ ചെന്നാലും അതിപ്പം ഇവിടുന്ന് ഞാലിയാവഴിയാണെ ഞാലിയാവഴി, വാകത്താനാണെ വാകത്താനം, എവിടെ ഇഞ്ഞടുത്ത് പോകണമെന്നുള്ളത്, കുമ്പളിക്കാണെങ്കിൽ കുമ്പളിക്ക് പോകണമെന്ന് പറഞ്ഞാൽ അവിടെ പോകും. അത് വണ്ടി ഇട്ടേച്ച് പോകും. ഇങ്ങനെ ഉഷാറായി തുടരുമ്പോഴേ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഇത് വെറും ഒരു കളിയല്ല, കോട്ടയംകാരുടെ വികാരമാണ്. റബ്ബർ പോലെ രക്തത്തിൽ അലിഞ്ഞ വികാരം. കോട്ടയിൽ നിന്ന് ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം മിഥുനയ്യപ്പൻ, ജനം.